വക ഒരു 2 ലക്ഷം റുപ്യ കൊടുക്കുകയും അത് കൂടാതെ തങ്ങളെ മുസല്ല വെക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒന്നും കൊടുക്കേണ്ട ഒരു മുസല്ല വാങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിസ്കരിക്കുന്ന നിങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കുന്നതിന്റെ ഫദിൽ റബ്ബ് നിങ്ങൾക്ക് നൽകും. വിമർശിച്ചോളൂ സങ്കട സന്തോഷങ്ങൾ എന്താ അഖിൽ ബൈത്ത് റസൂൽ തങ്ങളുടെ പേരമക്കളാണ്. ഓരോ സങ്കടപ്പെടുത്തി അള്ളാന്റെ റസൂൽ സങ്കടമാവും. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളെ ബഹുമാനപ്പെട്ട സഹോദരന് ഹാമിദാറ്റൊക്കെ തങ്ങളടുത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇന്ന് ഒരുപാട് നല്ല നല്ല ആളുകളെ കണ്ടുമുട്ടി. തങ്ങളെ നിങ്ങൾക്ക് എന്താ പറയുള്ളൂ? ഒരു ജസ്റ്റ് നിങ്ങൾ തിരക്കുള്ള ആളാണ്, എനിക്കറിയാം. നമ്മൾ തങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് അഹ്ലുൽ ബൈത്താണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ്. ഓര് ഈ കടത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, മറ്റുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ മുന്നിൽ യാചിക്കാന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ നിലയിൽ ജീവിക്കുക, അഹ്ലുൽ ബൈത്ത് പാവപ്പെട്ടവര് വളരെ പ്രയാസത്തോടെ ജീവിക്കുക, അത് സങ്കടം. അപ്പൊ അതുകൊണ്ട് വിമർശിച്ചുള്ള സന്തോഷം തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ യാചിക്കരുത്. തങ്ങൾ സങ്കടമായിട്ട് എന്റെ അടുത്ത് വന്നതാണ്. ഞാൻ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എന്റെ വക ഒരു 2 ലക്ഷം റുപ്യ കൊടുക്കുകയും അത് കൂടാതെ തങ്ങളെ മുസല്ല വെക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒന്നും കൊടുക്കേണ്ട ഒരു മുസല്ല വാങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിസ്കരിക്കുന്ന നിങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കുന്നതിന്റെ ഫദിൽ റബ്ബ് നിങ്ങൾക്ക് നൽകും. വിമർശിച്ചോളൂ സങ്കട സന്തോഷങ്ങൾ എന്താ അഖിൽ ബൈത്ത് റസൂൽ തങ്ങളുടെ പേരമക്കളാണ്. ഓരോ സങ്കടപ്പെടുത്തി അള്ളാന്റെ റസൂൽ സങ്കടമാവും. അതുകൊണ്ട് ഈ വാക്കുകൾ ഏറ്റെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് എന്റെ അടുത്ത് വന്നതാണ്. എനിക്ക് പോലെ എന്താ പറ്റൂല, ചവിട്ടി പുറത്താക്കാനോ പോലെ വിമർശിക്കാനോ എനിക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഒരു മുസല്ല വാങ്ങി സന്തോഷിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ ആ മുസല്ലയുമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ കാത്തിരിക്കുന്നു.